ടൈറ്റാനിക് കപ്പലിന്റെയും ഗുണ കേവിന്റെയും ദൃശ്യവിസ്മയമൊരുക്കി കൊല്ലം ആശ്രാമം മൈതാനത്ത് ആരംഭിച്ചിരിക്കുന്ന കൊല്ലം മഹോത്സവം 2024 കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. കൊല്ലം മഹോത്സവത്തിന്റെ സമയം അവധി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 3 മണി മുതൽ രാത്രി 9:30 വരെയാണ്. അതുപോലെ തന്നെ വർക്കിംഗ് ദിവസങ്ങളിൽ വൈകിട്ട് 4 മണി മുതൽ രാത്രി 9:30 വരെയാണ്. ടിക്കറ്റ് ചാർജ് 3 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും എടുക്കണം. ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 രൂപയാണ്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കയറുകയാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ടിക്കറ്റ് എടുക്കുന്നിടത്തും നല്ല ക്യൂ ആയിരുന്നു. പുറത്ത് ആ കാണുന്ന ടൈറ്റാനിക്കിന്റെ ഡെമോ അവർ നല്ല വൃത്തിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്, നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ അകത്തേക്ക് കയറുമ്പോഴേക്ക് തന്നെ ആ കപ്പലിനകത്ത് എങ്ങനെയാണോ അവർ സജ്ജീകരിച്ചത് ആ രീതിയിൽ തന്നെയാണ്. ഇനി നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. മുകളിലേക്ക് പോകുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ ആ കപ്പൽ നമ്മൾ വെളിയിൽ നിന്ന് കണ്ട ആ ജാക്കൻ റോസൊക്കെ നിന്ന് ആ മോൾ ഭാഗമല്ലേ, അങ്ങോട്ട് പോവാണ്. ഉച്ചയ്ക്ക് 3 മണി കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്ക് അത്യാവശ്യം നല്ല തിരക്കായിട്ടുണ്ട്. ഉച്ച സമയമായതുകൊണ്ട് തന്നെ നല്ല വെയിലാണ്. അതുകൊണ്ട് തന്നെ അധികം ആളുകൾ മുകളിൽ നിൽക്കുന്നില്ല. കുറച്ച് നേരം നിന്നിട്ട് അങ്ങ് താഴെ ഇറങ്ങുകയാണ്. ആ മോൾ ഭാഗത്ത് അവർ ഒരു എൻജിൻ റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇതൊക്കെ കണ്ട് ഞങ്ങൾ ഇനി താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ പോകുന്ന വഴിക്കൊക്കെ ഫോട്ടോ പോയിന്റുകളാണ്. ആ ടൈറ്റാനിക് ചിത്രത്തിലെ ആളുകളുടെ ഫോട്ടോകളെല്ലാം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജാക്കിന്റെ ഒരു ചിത്രം വെച്ചിട്ടുണ്ട്. ആ കപ്പലിന് ഉൾവശം എങ്ങനെയാണോ ആ സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ഏകദേശം ആ രീതിയിൽ തന്നെയാണ് ഇതിനകത്ത് അവർ നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ടൈറ്റാനിക്കിന്റെ സെറ്റൊക്കെ എന്ന് പറഞ്ഞാൽ അവർ നല്ല വൃത്തിയോടാണ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല അതൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് 6 മണിക്ക് ശേഷമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലൈറ്റൊക്കെ ഇടുന്ന സമയത്ത് അതൊക്കെ കാണാൻ കുറച്ചും കൂടെ ഭംഗിയായിട്ട് തോന്നും. ശരിക്കും 6 മണിക്ക് ശേഷമാണ് ഈ ഫെസ്റ്റുകളൊക്കെ കുറച്ചും കൂടി കളർഫുൾ ആവുന്നത്. ആ ലൈറ്റൊക്കെ വരുന്ന സമയത്ത്, അതുമാത്രമല്ല കുറച്ച് ആളുകൾ കൂടുതലായി വരുന്ന സമയം അതാണ്. നമുക്ക് ഈ മുകളിലൊക്കെ പോയ ആ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ വെയിൽ താഴ്ന്ന സമയമാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. എപ്പോഴും ഈ വിഷ്വൽസും സെറ്റും എല്ലാം കാണുന്നതെന്ന് പറഞ്ഞാൽ ആ ലൈറ്റിന്റെ പ്രകാശത്തിൽ കാണുമ്പോഴേക്കാണ് കുറച്ചും കൂടെ ഭംഗി കൂടുതലായി തോന്നുന്നത്. ടൈറ്റാനിക് സിനിമയിലുള്ള പല സീനുകളും അവര് ഇതിനകത്ത് അവരുടേതായിട്ടുള്ളൊരു സൃഷ്ടിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവ കാണാൻ വളരെ ഭംഗിയാണ്. നിരവധി പേര് അവിടേക്ക് ഒന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. നമ്മൾ പോകുന്നത് അടുത്തൊരു സെക്ഷനിലേക്കാണ്. ഇതും ആ കപ്പലിനെ ആസ്പദമാക്കിയിട്ടുള്ള സംഭവങ്ങളാണ്. പിന്നെ ഒരു വിന്റേജ് കാറിന്റെ ഒരു പടം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സാന്താക്ലോസിന്റെ ഒരെണ്ണമുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ആ ബോട്ടിന്റെ ഭാഗം വെച്ചിട്ടുണ്ട്. അതൊക്കെ ഫോട്ടോ പോയിന്റുകളാണ്. പിന്നെ ടൈറ്റാനിക്കിന്റെ ഒരു ഡെമോ ചെയ്തിട്ടുണ്ട്. ഒക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ ആ കപ്പലിനെ ആസ്പദമാക്കിയിട്ടുള്ള കാര്യങ്ങൾ അവർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ടൈറ്റാനിക്കിന്റെ പഴയ ചിത്രങ്ങളും അതിന്റെ ചരിത്രങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇവിടെയും കുറെ പഴമയോടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ആ ഒരു ഭാഗം മൊത്തത്തില് ഈ കപ്പലിനെ ആസ്പദമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കണ്ടിട്ടാണ് ഇനി നമ്മൾ പോകുന്നത് ഗുണ കേവിലേക്കാണ്. കപ്പലിന്റെ സെറ്റ് ഇട്ടിരിക്കുന്ന ഭാഗങ്ങളെല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഗുണ കേവിന്റെ എൻട്രൻസ്. ഇവിടെ ഒരുപാട് ആളുകൾ ഫോട്ടോകൾ എടുക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ഗുണ കേവിലോട്ട് കയറുകയാണ്. കയറുമ്പോഴേക്ക് തന്നെ തമിഴില് കൺമണി എന്നോട് കാതൽ ആ പാട്ടിന്റെ ആദ്യത്തെ വരിയൊക്കെ എഴുതിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗുണ കേവാണെങ്കിലും കപ്പലൊക്കെ എന്നുണ്ടെങ്കിൽ കപ്പലിന്റെ സെറ്റൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. എനിക്ക് നല്ല രീതിയിൽ തോന്നിയിട്ടുണ്ട്. അത് നിങ്ങൾ പോയി കണ്ടിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിപ്രായം കമൻ്റായിട്ട് എഴുതുക. ഗുണ കേവ് എല്ലാം അത്യാവശ്യം പെട്രോൾ അവർ ചെയ്തിട്ടുണ്ട്.
അത് മാത്രമല്ല ഈ ഗുണാക്കേവിലോട്ട് പോകുമ്പോഴേക്ക് നമ്മൾ ആ മഞ്ഞുമൽ ബോയ്സിന്റെ ആ പാട്ടുണ്ടല്ലോ, ആ ലാസ്റ്റ് സീനിൽ പറയുന്ന കുട്ടേട്ട ആ ഡയലോഗൊക്കെ വെച്ച് ആ പാട്ടൊക്കെ ഇട്ടിട്ട് കുറച്ചും കൂടെ ഫീൽ ആവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഗുണാക്കേവിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് പിന്നെ ഷോപ്പിംഗ് സെക്ഷനിലോട്ടായി. നമ്മളെ ഫെസ്റ്റൊക്കെ വരുമ്പോഴേക്ക് എന്തൊക്കെ ഷോപ്പുകളാണോ അതിനകത്തുള്ളത് അതും ഇപ്രാവശ്യം ഈ കൊല്ലം മഹോത്സവത്തിലും ആ ഷോപ്പുകളെല്ലാം ഉണ്ട്. ലേഡീസിൻ്റെ ഫാൻസി ഐറ്റംസ്, അതേപോലെ പുസ്തകങ്ങൾ, നമ്മളാ പഴയ നൈറ്റി കിഡ്സ് മുട്ടായികൾ, ഇതൊക്കെ അതിനകത്തുണ്ട്. അതേപോലെ 10 രൂപ ഷോപ്പുകളുണ്ട്, ഹലുവ കടയുണ്ട്, ലൈറ്റുകൾ എന്തൊക്കെ ഉണ്ടാവുക. നമ്മൾ ആ ഫെസ്റ്റൊക്കെ വരുമ്പോഴേക്ക് അറിയാമല്ലോ എന്തൊക്കെ കടകളാണ് അതിനകത്തുള്ളതെന്ന്. നമ്മൾ സ്ഥിരം ഈ ഫെസ്റ്റിനൊക്കെ വരുമ്പോൾ കാണുന്നവരല്ലേ. ആ കടകളൊക്കെ ഈ കൊല്ലം മഹോത്സവത്തിലും ഉണ്ട്. ആ പർച്ചേസിങ്ങിന്റെ സെക്ഷൻ കഴിഞ്ഞിട്ടാണ് റൈഡുകളുടെ സെക്ഷനിലോട്ട് പോകുന്നത്. ആ കുട്ടികൾക്ക് മുതിർന്നവർക്കെല്ലാം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറേ റൈഡുകളുണ്ട്. അതുമാത്രമല്ല വളയെറിയുന്നത്, ബോൾ എറിയുന്നത്, ബോൾ ഉരുട്ടുന്നത്, അങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസുകളുണ്ട്. പിന്നെ ഗോസ്റ്റ് ഹൗസ് ഉണ്ട്. അതും കൊല്ലത്ത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഗോസ്റ്റ് ഹൗസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. അത് നമ്മളെല്ലാ ഫെസ്റ്റിലും ഉള്ളത് ഇത് റൈഡുകളൊക്കെ തന്നെയാണ്. പിന്നെ ഇതിനകത്ത് തന്നെ ടോയ്ലറ്റ് സൗകര്യമുണ്ട്, ഫീഡിങ് റൂമുണ്ട്, പിന്നെ സ്റ്റേജ് ഉണ്ട്. അത് വൈകുന്നേരങ്ങളിലാണെന്ന് തോന്നുന്നു പ്രോഗ്രാം. കൊല്ലം മഹോത്സവത്തിൻ്റെ സ്റ്റേജ് ഉണ്ട്. വൈകുന്നേരത്ത് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടാവും തോന്നുന്നു. ഞങ്ങളിതെല്ലാം കണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.